ഹായ്, ഞങ്ങളിന്ന് വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഷോപ്പിംഗ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. സന്ധ്യയായി. അപ്പോൾ ഞാനും അപ്പൂസും കൂടെ എനിക്കൊരു ഡ്രസ്സ് മേടിക്കണമെന്ന് ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ഡ്രസ്സ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് പാൻ ഇറങ്ങിയത്. അപ്പോൾ ചുമ്മാ എൻ്റെ കൂട്ടുകാർക്കൂടെ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കിവിടെ വീടിനടുത്തായിട്ട് തന്നെ ഒരു വെസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനും അപ്പൂസും കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ചെറിയൊരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോയിട്ട് വന്നാലോ. അപ്പൂസിന് അതിൻ്റെ കൂടെ ഒരു ഷൂ മേടിക്കണം. ഇനി അവൻ എന്തെങ്കിലും വേണമെന്ന് പറയുമെന്ന് അറിയത്തില്ല. എന്തായാലും കൂടി നമുക്ക് പോയി നോക്കാം. ഞങ്ങൾ ഷൂ മേടിക്കാൻ പ്യൂമയിൽ വന്നതിൻ്റെ കാര്യം ഇവിടെ എപ്പോഴും ഡിസ്കൗണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഷൂ മേടിക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷേങ്കിൽ ഇയാൾ ഓരോന്ന് തരയിൽ നടക്കുന്നതേ ഉള്ളൂ. ഇയാൾക്കൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. കുറേ നേരമായിട്ട് ഓരോന്നോരോന്ന് എടുത്ത് നോക്കുക കേട്ടോ. അവന് പിടിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്നത് അവന് ഇഷ്ടപ്പെടുന്നില്ല. അവസാനം ഇപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ട്രയൽ നോക്കുക. പക്ഷേങ്കിൽ അത് ഒരുപാട് കളറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഇതിനോട് താല്പര്യമില്ല. അവൻ ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇടുവാണ്. പിന്നെ ഇവിടെ ഷൂ ഇട്ട് നോക്കുന്നതിന് അവർ സോക്സൊക്കെ കൊടുക്കും. കാരണം വെച്ചാൽ കാലിൽ അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പുതിയ ഷൂ അഴുക്കാവരുതല്ലോ. അതിനുവേണ്ടി സോക്സൊക്കെ ഇട്ടിട്ടാണ് ഷൂ ഇടുന്നത്. അങ്ങനെ ലാസ്റ്റിൽ എന്തായാലും ഒരെണ്ണം വാങ്ങിച്ചു. ഇതിന് 50% ഓഫ് ഉണ്ടായിരുന്നു. അതാ ഇതെടുത്തത്. ഇഷ്ടപ്പെട്ടത് മതിയാ. അങ്ങനെ ഞങ്ങൾ ഷൂ മേടിച്ച് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് വേറെ കടയിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. നോക്കട്ടെ കയറി. ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ്. 3-4 ഫ്ലോറായിട്ടാണ് കേട്ടോ. തുണിക്കട കയറി കഴിഞ്ഞാൽ ഏത് ഡ്രസ്സ് കണ്ടാലും ഒന്ന് നോക്കാതെ എനിക്കൊരു സമാധാനമില്ല. ഞാൻ ആക്ച്വലി ഇന്ന് വാങ്ങാൻ വന്നത് ഒരു ഡ്രസ്സാണ് വാങ്ങാൻ വന്നത്. എന്നാലും ഇവിടെ ഇങ്ങനെ കുറേ ടീഷർട്ടുകൾ അത് ഇതൊക്കെ കിടക്കുന്ന കണ്ടപ്പം എല്ലാത്തിൻ്റെ റേറ്റൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ ഫ്ലോറിൽ നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷേങ്കിൽ ഇന്ന് ഞാൻ ഇതെടുക്കാൻ വേണ്ടി വന്നേയില്ല. എന്നാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ മേലത്തെ ഫ്ലോറിൽ കയറി ഓരോരോ ഡ്രസ്സുകൾ ഞാനിങ്ങനെ എടുത്തൊന്ന് വെച്ച് നോക്കുകയാണ്. അപ്പം ചിലത് സൈസ് ആവുന്നില്ല. ഒരു 3-4 ഡ്രസ്സ് ഞാൻ ട്രയൽ നോക്കി കേട്ടോ. ട്രയലെല്ലാം നോക്കിക്കഴിഞ്ഞ് ലാസ്റ്റിൽ ഒരെണ്ണം എന്തായാലും സെലക്ട് ചെയ്തു. ഞാൻ ഈ ഡ്രസ്സാണ് എടുത്തത്. ഇങ്ങനെയുണ്ട് ഞാൻ വാങ്ങിച്ച ഡ്രസ്സ്. കാണാൻ ഭംഗിയുണ്ടോ? എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഡ്രസ്സ് ഇല്ല. ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുത്തു കേട്ടോ. ഇത് ഷോർട്ട് ടോപ്പ്, പാൻറ്റ് വന്നിട്ട് കുറച്ചൊരു താഴോട്ട് കുറച്ചൊരു ലൂസായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇട്ടിട്ട് നന്നായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഷോർട്ട്. ഈ ഡ്രസ്സാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 2800 റുപ്പീസ്. ഞാൻ ഡ്രസ്സൊക്കെ എടുത്തു. ഇനി ബില്ലിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബില്ലിങ് സെക്ഷനിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ് കഴിഞ്ഞിട്ട് തിരിച്ച് പോകാം കേട്ടോ. വെറുതെ ചുമ്മാ എൻ്റെ കൂട്ടുകാർക്ക് വെറുതെ ഇങ്ങനെ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ ഒന്ന് വെറുതെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാണ്. ഇപ്പോൾ സമയം 9 മണിയായി. ഓക്കെ, ഇത്രയും നേരം എടുത്ത് ഒരു ഡ്രസ്സ് സെലക്ഷൻ ചെയ്യാനെ കൊണ്ട്. അപ്പോൾ നാളെ ഒരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ അതിനിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടേക്ക് കെയർ, ബൈ.